ഉണ്ണികൃഷ്ണൻ സാർ നമസ്കാരം. നമസ്കാരം. ഗുരുതരമായിട്ടുള്ളൊരു അഴിമതി ആരോപണമാണ് സംസ്ഥാന സർക്കാരിന് മേൽ വീണ്ടും വന്ന് ഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയതും ഇതാണ്. കോർപ്പറേറ്റ് ഭീമൻ എന്ന് വിളിച്ച് നിരന്തരം കളിയാക്കുന്ന അനിൽ അംബാനിയുടെ ഒരു കമ്പനിയിൽ, റിലയൻസ് ഫിനാൻസ് കോർപ്പറേറ്റ് ലിമിറ്റഡ്, ആ കമ്പനിയിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എന്നാണ് പൊതുജനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചോദിക്കുന്നത്. നിക്ഷേപം നടത്തുക മാത്രമല്ല ചെയ്തത്, അർഹമായ തുക ലഭിക്കുകയും ചെയ്തില്ല. ഇതിലൂടെ ഏകദേശം 100 കോടിയോളം രൂപയുടെ അഴിമതി നടന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. എന്താണ് സാറിന് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഗൗതം, ഈ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. കേരളത്തിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക്, MSME, മീഡിയം, സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസസ്, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാൻ സാമ്പത്തിക ലോൺ നൽകുക, എക്സിസ്റ്റിംഗ് യൂണിറ്റുകളുടെ വൈവിധ്യവൽക്കരണം, നവീകരണം, വികസനം, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ, ഇതിന് ലോൺ നൽകാൻ വേണ്ടി കേരള ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് KFC. അതായത് കേരളത്തിന്റെ സമഗ്ര വ്യവസായ വികസനം ചെറുകിട വ്യവസായ യൂണിറ്റുകളിലൂടെ നടപ്പാക്കി ഇതിന്റെ കേരളത്തിന്റെ എക്കണോമിയെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വർധനമുണ്ടാക്കുക. ഇതാണ് ഇതിന്റെ പ്രവർത്തന ലക്ഷ്യം. ഇങ്ങനെ ഒരു സ്ഥാപനം അതിന്റെ 60.8 കോടി രൂപ എടുത്ത് ഈ സ്ഥാപനത്തിന്റെ ഒരു കോമ്പറ്റീറ്ററാണ് റിലയൻസ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ആ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നു. അതാണ് ഇതിലെ ആദ്യത്തെ തെറ്റ്. ഈ കേരളത്തിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് ലോൺ നൽകേണ്ട ഒരു സ്ഥാപനം അതിന്റെ 60.8 കോടി രൂപ എടുത്ത് ഏറെക്കുറെ ഇതിന്റെ കോമ്പറ്റീറ്ററായിട്ട് വരാവുന്ന ഒരു സ്ഥാപനത്തിൽ, അവരും ചെയ്യുന്നത് വ്യവസായ സ്ഥാപനങ്ങളിൽ ലോൺ കൊടുക്കുകയാണ്, ആ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നു. അതാണ് ഇതിലെ ആദ്യത്തെ തെറ്റ്. രണ്ടാമത്, ഈ സ്ഥാപനത്തിൽ 2018 KFCയുടെ 60.8 കോടി രൂപ നിക്ഷേപിക്കുന്നു. തൊട്ടടുത്ത വർഷം ഈ സ്ഥാപനം പൊളിയുന്നു. അപ്പോൾ ഒരു പൊതുമേഖലയുടെ പണം എടുത്ത് നിക്ഷേപിക്കുമ്പോൾ നടത്തേണ്ട മുൻകരുതലുകൾ, കൂടിയാലോചനകൾ, എല്ലാ പ്രിക്കോഷൻസും ഇവർ സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഇന്നതിന് ഉത്തരമായിട്ട് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് AA+ ആയിരുന്നു എന്നാണ്. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്ക്, അതായത് ബാങ്ക് അല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങൾക്ക്, റിസർവ് ബാങ്കിന്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ് NBFC. അതിലൂടെ റിസർവ് ബാങ്ക് ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശം, ഈ ധനകാര്യ സ്ഥാപനം ഒരു ബാങ്ക് അല്ല. അതാണ് ആദ്യം എല്ലാവരും പഠിച്ചിരിക്കേണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിലെ ഈ വ്യക്തിഗത നിക്ഷേപകരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. NBFC എന്ന പേരിൽ കൂടെ റിസർവ് ബാങ്ക് നമ്മളെ ബോധവൽക്കരിക്കുന്നത് ഈ സ്ഥാപനം ബാങ്ക് അല്ല, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. അപ്പോൾ ഈ NBFCകളുടെ വിശ്വാസ്യത, അതിന്റെ സുതാര്യത, സുരക്ഷിതത്വം കാണിക്കാൻ വേണ്ടി NBFCകൾക്ക് മാർക്കിടും ചില ഏജൻസീസ്. ഈ ഏജൻസീസിനെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്നാണ് പറയുന്നത്. ഈ ഏജൻസീസ് ഒന്നും ഗവൺമെന്റ് സ്ഥാപനങ്ങളല്ല, അത് പറഞ്ഞിരിക്കണം. റിസർവ് ബാങ്ക് പോലെയോ സെബി പോലെയോ ഫിനാൻസ് കമ്മീഷൻ പോലെയോ ധനകാര്യ വകുപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളൊന്നും അല്ലത്, അതും സ്വകാര്യ ഏജൻസികളാണ്. ഈ ഏജൻസികൾ നൽകുന്ന റേറ്റിംഗിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ സുരക്ഷിതത്വം ഏറെക്കുറെ അസസ് ചെയ്യുന്നത്. അതിലെ ഏറ്റവും വലിയ റേറ്റിംഗ് AAA ആണ്. ഈ തോമസ് ഐസക് നിക്ഷേപിച്ച ഈ റിലയൻസ് സ്ഥാപനത്തിന്റെ റേറ്റിംഗ് AA+ ആണ്. അത് AAAയുടെ താഴെ വരുന്നൊരു റേറ്റിംഗ് ആണ്. നമ്മൾ ലളിതമായി പറഞ്ഞാല് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടിയും 2 A+ മേടിച്ച കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം ഈ റേറ്റിംഗിലുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ AA+ കിട്ടിയ ഏജൻസി എന്നാണ്. പക്ഷെ കറക്റ്റ് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് അതല്ല. അങ്ങനെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ എടുത്ത് നിക്ഷേപിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ കേരളത്തിലെ ഇടതുപക്ഷം 24/7 അവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു കുത്തക മുതലാളിയാണ് റിലയൻസ്. അറിയാമല്ലോ, കുത്തകകൾ എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം സിനിമയിൽ പറയുന്നത് സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കാരമുള്ളുകൾ കുപ്പിച്ചില്ലുകൾ എന്നാണ് ഏറെക്കുറെ പരിഹാസരൂപത്തിൽ പറയുന്നത്. അങ്ങനെ എതിർപക്ഷത്ത് നിർത്തി ആക്രമിക്കുന്ന ഒരു കുത്തക മുതലാളിയാണ് റിലയൻസ്. ഇനിയും ആ റിലയൻസിൽ തന്നെ തകർന്ന ഒരു കുടുംബമാണ് ഈ റിലയൻസിൽ മുകേഷ് അംബാനി, അനിൽ അംബാനി തമ്മിൽ സ്വത്ത് തർക്കം നടന്നപ്പോൾ ഏറ്റവും തകർന്ന വ്യവസായങ്ങൾ നടത്തിയ ഒരാളാണ് ഈ അനിൽ അംബാനി. ഇപ്പോഴും അദ്ദേഹം കരകയറിയിട്ടില്ല. ആ സ്ഥാപനത്തിൽ കൊണ്ട് നിക്ഷേപിച്ച് 1 വർഷം കഴിഞ്ഞ് പണം മുഴുവൻ നഷ്ടപ്പെടുന്നു. 60.8 കോടി രൂപ അവിടെ നിക്ഷേപിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചില്ല? കേരളത്തിലെ പൊതുമേഖലകൾക്കും പൊതുമേഖലാ ബാങ്കിനും വേണ്ടി ഓരോഘോരം പ്രസംഗിക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ തോമസ് ഐസക്കിന്റേത്. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. എന്തോ
കമ്മീഷൻ തട്ടിയതായിരിക്കും, കമ്മീഷൻ തീർച്ചയായിട്ടും തട്ടലാണ് ഇതിനകത്തിലെ ഇതിന്റെ ഈ പ്രധാന ത- ഈ ഉദ്ദേശം എന്നാണ് ആ പ്രതിപക്ഷ എൻ ബി നേതാവ് എഫ് പറയുന്നത്. സികളിലെ NBFC-കളിലെ ഈ ധനകാര്യ സ്ഥാപനം 2015 മുതൽ ഈ തകർച്ച നേരിട്ട സ്ഥാപനമാണ്. അപ്പൊ ഈ തകരുന്നതിന് മുമ്പ് ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തകരുന്നതിന് മുമ്പ് അവർ പല രീതിയിൽ ലോൺസ് എന്തായാലും തകരാൻ പോവുകയാണ്. അപ്പോൾ അവർ പല രീതിയിൽ ഫണ്ട് മൊബിലൈസ് ചെയ്യും. അതിന് പല ടെക്നിക്കുകളുണ്ട്, പല രീതിയിൽ സ്വാധീനിക്കും. നിക്ഷേപകർക്ക് വലിയ കമ്മീഷൻ കൊടുക്കും. ഇതൊക്കെ ഇവിടെ കിട്ടിയെന്ന് ഞാൻ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് ധനകാര്യ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിക്ഷേപകർക്ക് വൻ കമ്മീഷൻ നൽകി ഈ നിക്ഷേപം സ്വീകരിക്കും. കാര്യം ഇത് തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണെന്ന് അവർക്കറിയാം. അവർ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എന്തായാലും 2012 തോമസ് ഐസക്കിന്റെ കീഴിലുണ്ടായിരുന്ന ധനകാര്യ സ്ഥാപനം പൊതുജനങ്ങളുടെ 60.8 കോടി അവിടെ നിക്ഷേപിക്കുന്നു. 2019 ഇത് തകർന്നു പോകുന്നു. ഈ പണം 101 കോടിയോ 100 കോടിയിൽ പരമായിട്ട് തിരികെ കിട്ടേണ്ട പണമാണ്, കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയിരിക്കുന്ന 7 കോടിയോ മറ്റോ കിട്ടിയിട്ടുണ്ടെന്ന് 2021 ഒരു കണക്കിൽ വെളിപ്പെടുത്തുന്നു. 7 കോടി 9 ലക്ഷം 7 കോടി 9 ലക്ഷം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ നിക്ഷേപിച്ച തുക തന്നെ 60 കോടി ചിലവനുണ്ട്, പരമുണ്ട്. പലിശ ചേർത്ത് 100 കോടിയോളം വരണം. അപ്പോൾ ഈ പണം ഇനി കിട്ടില്ല. കാരണം 2022 ഈ റിലയൻസ് സ്ഥാപനത്തിന്റെ പേരിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അതിൽ 87% കടം തിരിച്ചു പിടിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകൾക്കാണ്. കാര്യം അവരെ സെക്വേർഡ് ക്രെഡിറ്റർ, അതായത് അവരുടെ കടത്തിന് സുരക്ഷിതത്വമുള്ള ക്രെഡിറ്റേഴ്സ് ആയിരുന്നു. ഈ KFC സെക്വേർഡ് ക്രെഡിറ്റർ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ മാത്രമേ അതിൽ വരുള്ളൂ. അപ്പോൾ ഈ പണം തിരിച്ചെടുക്കുക, ഈ ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ട, അതായത് ആസ്തി മൂല്യങ്ങൾ തകർന്നു പോയ ഒരു കമ്പനിയിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിക്കാൻ അപ്രായോഗികമാണ്, അത് നടക്കില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ, KFC എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പ്രൊവിഡന്റ് ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് മറ്റു പറഞ്ഞൊരു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ നിക്ഷേപം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു വിജിലൻസ് ഓഫീസറുടെ പേരിൽ അവർ നടപടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മന്ത്രിയോട് ചോദിച്ചാൽ അതൊക്കെ ഔദ്യോഗിക കാര്യങ്ങളാണ്, എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുമുള്ള ഗ്യാരണ്ടിയും വാങ്ങാതെയാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നതാണ്. സാധാരണ ഇത്രയും വലിയൊരു തുക നിക്ഷേപിക്കുമ്പോൾ ഗ്യാരണ്ടി വാങ്ങും, അതാണ് അതിന്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ യാതൊരു ഗ്യാരണ്ടിയും വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. സാധ്യതയുണ്ട്. കാര്യം ഈ അങ്ങനെ ഗ്യാരണ്ടി വാങ്ങി കടം കൊടുക്കുന്ന, നിക്ഷേപം നടത്തുന്ന ക്രെഡിറ്റേഴ്സിനെ സെക്വേർഡ് ക്രെഡിറ്റർ എന്നാണ് ഈ ഫിനാൻഷ്യൽ ലാംഗ്വേജിൽ പറയുന്നത്. ഈ ബാങ്കുകൾ സെക്വേർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ഈ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ റിലയൻസിന്റെ സ്ഥാപനത്തിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് സാമ്പത്തിക തകർച്ച നേടുന്ന ഒരു ബാങ്ക് ഇന്ത്യയിലുണ്ട്. അത് യെസ് ബാങ്ക് എന്ന് പറഞ്ഞ സ്വകാര്യ ബാങ്കാണ്. അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരു കാരണം ഇതാണ്. ആ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്റേണലി ആന്തരികമായിട്ട് ധാരാളം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഈ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം, കരുതിക്കൂട്ടിയുള്ള തീരുമാനം ഇത് സുതാര്യമല്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാരണം, ഈ അദാനി അംബാനി എന്ന് എതിർപക്ഷത്ത് നിർത്തി യുദ്ധം ചെയ്യുന്ന കുത്തക മുതലാളിമാരെക്കെതിരെ സമരം ചെയ്യുമ്പോൾ ഈ സ്ഥാപനങ്ങളിൽ പോയി നിക്ഷേപം നടത്തുന്നതിന്റെ പിന്നിലുള്ള ഗൂഢമായ കാരണങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം, ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഈ ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ വലിയ പലിശയിൽ ലോണ് നൽകുകയും അത് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ജപ്തിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ KFC എന്ന് പറയുന്നത്. അവരാണ് യാതൊരു ഗ്യാരണ്ടിയും വാങ്ങാതെ റിലയൻസ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇത്രയും തുക നിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഏകദേശം 100 കോടി രൂപയോളം നഷ്ടമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു വിഷയം ആരോപിക്കാൻ പ്രതിപക്ഷ നേതാവ് കണ്ടെത്തിയ ഒരു സമയത്തെക്കുറിച്ച് കൂടി ഒന്ന് ചർച്ച ചെയ്യണം. കാരണം രമേശ് ചെന്നിത്തല NSSുമായി അടുക്കുന്ന കഴിഞ്ഞ ദിവസത്തെ മന്നം ജയന്തി, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ കാര്യം മുമ്പോട്ട് വരുന്നത്. അപ്പൊ ഇതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ടോ? ആ നിരീക്ഷണത്തിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഈ KFCയുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പിന്റെ വിവരം സതീശന് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അത് നിഷേധിക്കാനാവില്ല. 2018 നടന്ന സതീശൻ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ആളാണ്. പണ്ട് ദേവസ്വം ബോർഡിന്റെ പണം സർക്കാർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്ന ഒരാളാണ് സതീശൻ. അപ്പൊ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സതീശൻ വലിയ താല്പര്യം കാണിക്കുന്ന ആളാണ്. ഇക്കാര്യത്തിൽ സതീശൻ എന്തോ അർത്ഥഗർഭമായ മൗനം പുലർത്തി എന്നുള്ളത് ശരിയാണ്. 2018 മുതൽ അറിയാവുന്ന ഒരു വിഷയം അദ്ദേഹം പറയാൻ തെരഞ്ഞെടുത്തത് ഇന്നലെയാണ്. ഈ അങ്ങ് ആരോപിച്ചതുപോലെ അതിലെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്.
ഇന്നലെ രമേശ് ചെന്നിത്തലയെ കുറിച്ച് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഈ മണ്ണിന്റെ സന്തതിയാണ് രമേശ്. അങ്ങനെ വളരെ സ്നേഹവാത്സല്യപൂർവ്വം ഈ സതീശന്റെ പാർട്ടിയിലെ പ്രതിയോഗി എന്ന് ആരോപിക്കപ്പെടുന്ന കേരളമൊട്ടുക്ക് ഒരുപക്ഷെ സതീശനേക്കാൾ കൂടുതൽ ജനസ്വാധീനവും പിന്തുണയുമുള്ള രമേശ് ചെന്നിത്തലയെ ഒരു പ്രബല സമുദായ നേതാവ് ചേർത്ത് നിർത്തുന്ന ആ വേള തന്നെ ഇദ്ദേഹം തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ആരോപണം വരുന്നതിൽ തെറ്റില്ല. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര വളരെ ഗുരുതരമായ ഒരു ആരോപണം, ഇത് ആരോപണമല്ല, ഇത് വസ്തുതയാണ്. ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ സതീശൻ ഇത്രയും കാലം എന്തുകൊണ്ട് കാലവിളംബം കാണിച്ചു? അതുകൂടി സതീശൻ തീർച്ചയായിട്ടും പൊതുജനങ്ങളെ അറിയിക്കണം. ഇത് അതിഗുരുതരമായ ഒരു ആരോപണമല്ല, വസ്തുതയുണ്ട് ഇതില്. ഇന്നലെ തോമസ് ഐസക് പറഞ്ഞത് ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ ബിസിനസ് സൈക്കിൾ വരും, നഷ്ടം വരും, ലാഭം വരും. അതായത് റിലയൻസിന് നഷ്ടം വരുമ്പോൾ കേരളത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം അത് വഹിച്ചോളാൻ ബാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ പോലും അദ്ദേഹം സംസാരിച്ചു. ഞാനത് പറയുമ്പോൾ തോമസ് ഐസക്കിന്റെ ഗൗതമിന് ഓർമ്മ കാണുമല്ലോ നമ്മുടെ മസാല ബോണ്ടിനെ കുറിച്ചും തോമസ് ഐസക്കിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുകൾ നടത്തുന്നുണ്ട്. തോമസ് ഐസക് ധാരാളം പെറ്റീഷൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള ദുരൂഹത എന്ന് പറഞ്ഞാല് ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വീണ്ടും കുത്തകകളുടെ ആസ്ഥാന കേന്ദ്രമാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോയി കേരള ഗവൺമെന്റ്, ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രത്യേകതരം കടപ്പത്രം, മസാല ബോണ്ട് എന്ന പേരുള്ള ഒരു കടപ്പത്രം ഇറക്കി കടം വാങ്ങുകയാണ്. ഈ കടം വാങ്ങിയിരിക്കുന്ന പലിശ 9.7% വരുന്ന പലിശയാണ്. എന്നാൽ ഈ മസാല ബോണ്ട് വഴി നേരത്തെ കടം വാങ്ങിയിരിക്കുന്ന HDFC, ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ വാങ്ങിയിട്ടുണ്ട്. അവർ വാങ്ങിയത് 6.3%-നാണ് മസാല ബോണ്ട് വഴി കടം വാങ്ങിയത്. ഈ ഇന്ത്യയിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനമായ NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, അവർ 8%-നാണ് വാങ്ങിയിരിക്കുന്നത്. ഈ മസാല ബോണ്ട് വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കടം വാങ്ങിയിരിക്കുന്നത്. കേരള ഗവൺമെന്റ് പോയത് 9.7%-ന് വാങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഈ 9.7%-ന് കടം വാങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ ലാഭം കടം കൊടുത്ത ആളിനാണ് കിട്ടുന്നത്. ഈ കടം കൊടുത്ത ലിസ്റ്റിൽ ലാവലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുണ്ട്. അത് വസ്തുതയാണ്. അത് ലാവലിനുമായി ബന്ധമുള്ളതുകൊണ്ടാണെന്നുള്ളത് ആരോപണമാകാം. പക്ഷെ ലാവലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ മസാല ബോണ്ടുകളുടെ ഭൂരിപക്ഷവും വാങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് കടം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പൊ ഈ തോമസ് ഐസക് അദ്ദേഹം സൈദ്ധാന്തികനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണ്. ഗൗതമിന് അറിയാവുന്ന ഒരു കാര്യമുണ്ടോ? ഇന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിക്കോട്ടെ, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തായിക്കോട്ടെ, ഇതിനൊക്കെ ഈ കാലയളവിലൊക്കെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ സർക്കാരിന് നേരെ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്വേഷണത്തിന്റെ ഒരു നിലയിലേക്ക്, അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും. അതിനകത്തിൽ ഇപ്പൊ ഈ കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥാപനം നിർമ്മിച്ചാണ് ഈ മസാല ബോണ്ട് വാങ്ങിയത്. അപ്പോൾ അതിന് സാങ്കേതികമായി അതിന് പറയുന്ന ഒരു കാരണം, കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം സർക്കാരല്ല, ഒരു പ്രത്യേക സ്ഥാപനമാണ്. അത് ഈ ഫിനാൻസ് ലാംഗ്വേജിൽ അതിനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയും. ഇപ്പൊ നമുക്ക് JCB എന്ന് പറഞ്ഞാൽ അറിയാതെ ആ വെഹിക്കിൾ എന്തിനാ യൂസ് ചെയ്യുന്നതാണ്? ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതല്ല, ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. അതുപോലെ കടം മേടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഈ ഫിനാൻസ് ഒക്കെ അറിയാവുന്നവർ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ്. അങ്ങനെ ഒരു കിഫ്ബി എന്ന് പറഞ്ഞൊരു SPV ഉണ്ടാക്കിയിട്ട് കേരള ഗവൺമെന്റ് 2000 ചില്ലുവാനും കോടി രൂപ കടം മേടിക്കുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ ഇത് കടമല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുമ്പോൾ പറയുന്നില്ല ഇത് സർക്കാർ കടമല്ല എന്ന് പറയുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അറിയാം ഇത് കേരളത്തിലെ ജനങ്ങളുടെ മേൽ തോളിൽ വരുന്ന ഒരു കടമാണെന്ന് അറിയാം. അപ്പൊ അതുകൂടി പരിഗണിച്ച കേന്ദ്ര സഹായം അവർ തീരുമാനിക്കും. അപ്പോഴാണ് സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അടുത്ത പരാതിയുമായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ കടം വാങ്ങിയുള്ള ഒരു പോയിക്കാണ്. അതിന്റെ ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, ഇവിടെ ക്ഷേമ പെൻഷൻ ഇല്ല. സർക്കാർ ജീവനക്കാർക്ക് ഏകദേശം 20%-ഓളം ഡിയർനെസ് അലവൻസ് കൊടുത്തിട്ട് മാസങ്ങളാകും. DA. ഈ പെൻഷൻകാർക്ക് ക്ഷാമബത്തയില്ല, ഈ റിലീഫ് ഇല്ല. ഈ പല ജീവനക്കാരും, ഏറ്റവും താഴേക്കുള്ള ജീവനക്കാരന് ശമ്പളത്തിൽ 7500 രൂപയുടെ കുറവുണ്ടെന്നാണ് പറയുന്നത്, DA ഇല്ലാത്ത കാരണം. അപ്പൊ ഈ ജീവനക്കാർ 10,000-കണക്കിന് ജീവനക്കാർ ഈ കുറഞ്ഞ ശമ്പളത്തിൽ എല്ലാ വർഷവും വിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളായ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ ഒക്കെയും ഈ അവസാന ശമ്പളത്തിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ സർവീസിലിരിക്കുമ്പോൾ കിട്ടുന്നില്ല, പിരിഞ്ഞു പോകുമ്പോഴും കിട്ടുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സർക്കാർ ജീവനക്കാരും ട്രേഡ് യൂണിയനുകളും ഒക്കെ ഇപ്പം വളരെ സഹിഷ്ണുതയുള്ളവരാണ്. സമരവും ഭരണവും കൂടെ ഒരുമിച്ച് നടത്തുന്നില്ല. അങ്ങനെ നഷ്ടം സഹിച്ചൊക്കെ അവർ പോണ സംസ്ഥാനം അതിഗുരുതരമായ തീവ്രമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകാണെന്ന് അറിയാമല്ലോ.
അതെ. ഖജനാവിൽ പൂച്ച പെറ്റിരിക്കുന്നു എന്നൊക്കെയാണ് വലിയ രീതിയിലുള്ള ആക്ഷേപം. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് മുടിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം അവർക്കെതിരെ വരുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇതിന് എത്രമാത്രം ഇതിന്റെ സത്യസന്ധത അന്വേഷണങ്ങളിലൊക്കെ വരുമെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാം. എന്തായാലും ഈ ഒരു വിഷയം ഇത്രയും നാളായിട്ട് സർക്കാരിന്റെ പൈസ ഇത്രയും 100 കോടി രൂപയോളം നഷ്ടപ്പെട്ടിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയോ സർക്കാരോ ധനകാര്യമന്ത്രിയോ ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല. അവരെന്തുകൊണ്ട് മൗനം തുടർന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു വിഷയവുമായിട്ട് അവസാനം ചോദിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഈ കൂടുതൽ വ്യക്തത ഇതുമായിട്ട് വരാനുണ്ട്. നമുക്ക് തന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്താം സാർ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. നന്ദി.